Good morning, dear students. നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക് എന്ന ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ദാറ്റ് ഈസ് നമുക്കറിയാം ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിനെ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറും അതേപോലെ അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടേഴ്സും. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ഓഫ് ബാങ്കിങ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ RBIൻ്റെ റെഗുലേഷൻസ് ഓർ കൺട്രോൾ അപ്ലിക്കബിൾ അല്ലാത്ത ഒരു ഇൻഡിപെൻഡൻ്റായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് അവരെയാണ് നമ്മൾ അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള ഫോംസാണ് നമുക്കിതിൽ കാണാൻ പറ്റുക. ഒന്ന് ഇൻഡിജീനിയസ് ബാങ്കിങ്ങും അതേപോലെ മണി ലെൻഡേഴ്സും. ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലൂടെ പരിചയപ്പെടാം. ഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ ഫസ്റ്റ് വരുന്നതാണ് ഇൻഡിജീനിയസ് ബാങ്കിങ്. ഇൻഡിജീനിയസ് ബാങ്കർ ഈസ് ഓർ ഇൻഡിവിജ്വൽ ഓർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹൂ ഡീൽസ് ഇൻ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്, ഡീൽസ് ഇൻ ഹ്യുണ്ടീസ് ഓർ ലെൻഡിങ് ഓഫ് മണി. നമ്മുടെ ഒരു ബാങ്കുകൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫങ്ഷനാണ് ഡെപ്പോസിറ്റ് വാങ്ങുക, അതേപോലെ ലോണ് കൊടുക്കുക എന്നുള്ളത്. അത് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പാർട്ടീസ് അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡിജീനിയസ് ബാങ്കിങ് എന്ന് പറയുക. പ്രധാനമായിട്ടും ഇത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ കോമൺ ആയിട്ട് ഇപ്പോഴും കാണുന്ന ഒരു സിസ്റ്റമാണ് ഇൻഡിജീനിയസ് ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അവർ പ്രൈവറ്റായിട്ട് പണം സ്വീകരിക്കലും അതേപോലെ വായ്പ കൊടുക്കലും അങ്ങനെയുള്ള സിസ്റ്റമൊക്കെ അവർ ഫോളോ ചെയ്യുന്നത്. അതേപോലെ ദേ ഡീൽസ് ഇൻ ഹ്യുണ്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ട് കാലത്ത് നിലവിലുള്ള ഒരു സിസ്റ്റമാണ്. അതായത് ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് ഫോർ ഡയറക്റ്റിംഗ് എ പേഴ്സൺ ടു പേ സർട്ടൻ സം ഓഫ് മണി ടു അനദർ പേഴ്സൺ. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് ഹ്യുണ്ടീസ് എന്ന് പറയാം. അപ്പോൾ ഈ ഇൻഡിജീനിയസ് ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നുണ്ട്, അതേപോലെ ലോണ് കൊടുക്കുന്നുണ്ട്, അതേപോലെ ഫണ്ട് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഹ്യുണ്ടീസ് വഴി ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്. ഫണ്ട് റെമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് റെമിറ്റൻസ് നടത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു ഏരിയ ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കാരണം ഇവർ നാട്ടിൽ തന്നെ അവർക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ലോണോ കാര്യങ്ങളൊക്കെ കൊടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കൊടുക്കുന്ന ലോണ് ഇവരെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷെ അതിന് നല്ല റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവർ ചാർജ് ചെയ്യും. കമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ചാർജ് ചെയ്തതിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അവർ ചാർജ് ചെയ്യും. ഇതാണ് ഇൻഡിജീനിയസ് ബാങ്കിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. പിന്നെ പ്രധാനമായിട്ട് മൂന്ന് രീതിയിലെ ഇൻഡിജീനിയസ് ബാങ്ക്സിനെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഒന്ന്, ദേ മെയിൻലി ഡീൽ ഇൻ ബാങ്കിങ് ബിസിനസ് ഉണ്ട്. ഈ പറയുന്ന ബാങ്കിങ് ബിസിനസ് മാത്രം ചെയ്യുന്ന ഇൻഡിജീനിയസ് ബാങ്കേഴ്സ് ഉണ്ട്. അതേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡും അതേപോലെ ബാങ്കിങ് ആക്ടിവിറ്റീസും ചെയ്യുന്ന രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന അവർക്ക് എന്തെങ്കിലും കച്ചവടമോ കാര്യങ്ങളുണ്ടാവും, അതിൻ്റെ കൂടെ ഈ ബിസിനസ് കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടാവും. മൂന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മെയിൻ ബിസിനസ് ട്രേഡായിരിക്കും, പക്ഷേ ചെറിയ രീതിയിൽ ഈ പറയുന്ന ഇൻഡിജീനിയസ് ബാങ്കിങ് ബിസിനസ് ചെയ്യുക. സോ 3 കാറ്റഗറി ആയിട്ടാണ് നമുക്ക് ഇൻഡിജീനിയസ് ബാങ്കിങ് കാണാൻ പറ്റുക. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കുമ്പോഴൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസ് വരുന്നുണ്ട്. അത്തരം ഫോർമാലിറ്റീസൊക്കെ കുറവാണ്. പിന്നെ അതേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോംപ്റ്റായിരിക്കും അവരുടെ സർവീസ്. നമുക്ക് എമൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ലോണോ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഡിലേ ഒന്നും വരില്ല. അത്യാവശ്യം ക്വിക്ക് റെസ്പോൺസ് ആയിരിക്കും അവരുടെ അടുത്ത് നിന്ന് കിട്ടുക. അതിൻ്റെ റീസൺ ഞാൻ പറഞ്ഞു. അതിൻ്റെ ഫോർമാലിറ്റീസ് കുറവാണ്. പിന്നെ ബാങ്കുകളെ പോലെ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് ഹവേഴ്സൊന്നും ഉണ്ടാവില്ല. 10 മണി തൊട്ട് 5 മണി വരെ അങ്ങനെയുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. ഏത് സമയത്ത് പോയിട്ട് വേണമെങ്കിലും നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് ലോണായിട്ട് വാങ്ങാവുന്നതാണ്. ഡെപ്പോസിറ്റ്സ് ആണെങ്കിൽ ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കുന്നതാണ്. പക്ഷേ മെജോറിറ്റിയും അവർ കൂടുതൽ ഡെപ്പോസിറ്റ്സ് വാങ്ങുന്നതിനേക്കാളും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് ലോൺ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അങ്ങനെ ആകുമ്പോഴാണ് അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക ബൈ ചാർജിങ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതാണ് ഇൻഡിജീനിയസ് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. കൂടുതലായിട്ടും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് പേഴ്സണൽ കോണ്ടാക്ട് വെച്ചിട്ടാണ്. നമ്മളിപ്പോൾ ഒരു
നമ്മൾ ബാങ്കിൽ പോയിട്ട് ലോൺസോ കാര്യങ്ങളൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. പക്ഷേ ഇവർ കൂടുതലായിട്ട് ഇൻഫർമേഷൻസ്, ഒരാളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് പേഴ്സണൽ കോൺടാക്റ്റ് വെച്ചിട്ടാണ്. അവർ പേഴ്സണലി അന്വേഷിക്കും ഇയാളെങ്ങനെയാണ്, ഇയാൾക്ക് ലോൺ കിട്ടാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവർ ലോൺസോ കാര്യങ്ങളൊക്കെ സാങ്ഷൻ ചെയ്യുന്നത്. പിന്നെ അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രാദേശികമായിട്ടുള്ള ഭാഷകൾ, വെർണാക്കുലർ ലാംഗ്വേജ് വെച്ചിട്ടായിരിക്കും അവരുടെ ഡീലിങ്സ് ഒക്കെ നടത്താം. കാരണം ഇത് നാട്ടിൻ പുറത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലൊക്കാലിറ്റിയിൽ പ്രവർത്തിക്കുന്നതായിരിക്കും. സോ അവരുടേതായിട്ടുള്ള പ്രാദേശിക ഭാഷകൾ ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളൊക്കെ കുറവായിരിക്കും. കാരണം ബാങ്കിലൊക്കെ ആകുമ്പോൾ ഒരുപാട് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഉണ്ട്. പ്രൊസീജിയറൽ ഫോർമാലിറ്റീസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഇൻക്രീ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇവിടെ അത്രയുള്ള ഓപ്പറേറ്റിംഗ് കോസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർ ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും ചാർജ് ചെയ്യുക. ഇനി ഇവരുടെ ഫങ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ്. പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യും. ഒന്നുകിൽ അതൊരു ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും. ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ അവരെപ്പോഴാണോ ഡിമാൻഡ് ചെയ്യുന്നത് അവർ ആ സമയത്ത് തിരിച്ചു കൊടുക്കണം. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ്. ആ പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ആ ഡെപ്പോസിറ്റ്സ് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. സോ രണ്ട് രീതിയിലുള്ള ഡെപ്പോസിറ്റ്സും ഇൻഡിജിനിയസ് ബാങ്ക്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ മെയിൻ ഫങ്ഷൻ ആയിട്ടുള്ള ലോൺസും കാര്യങ്ങളൊക്കെ, ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീലിംഗ് ഇൻ ഹ്യുണ്ടീസ് ഞാൻ പറഞ്ഞു, റെമിറ്റൻസ് ഓഫ് ഒരു ഫണ്ട് ട്രാൻസ്ഫറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഹ്യുണ്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്കാരിൽ നിന്നും മറ്റൊരാൾക്കാരിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫെസിലിറ്റിയാണത്. പിന്നെ അതേപോലെ ഇതൊക്കെ ബാങ്കിങ് ബിസിനസ്സാണ്. ബാങ്കിങ് ആക്ടിവിറ്റി കൂടാണ്ട് അവർ നോൺ ബാങ്കിങ് ആക്ടിവിറ്റീസ് കൂടി ചെയ്യുന്നുണ്ട്. ലൈക്ക് റീറ്റെയിൽ ബിസിനസ് ചെയ്യാറുണ്ട്. അതേപോലെ മറ്റുള്ള പ്രൈവറ്റ് ഫേംസിൻ്റെ ഏജൻസ് ആയിട്ട് ഇവർ പ്രവർത്തിക്കും. അതേപോലെ സ്പെക്കുലേഷൻ, ഊഹക്കച്ചവടങ്ങളൊക്കെ ഇവർ നടത്താറുണ്ട്. പ്രത്യേകിച്ച് സ്റ്റോക്ക് മാർക്കറ്റ് അതുപോലുള്ള സ്ഥലത്തൊക്കെ ഇവർ എന്ത് ചെയ്യാറുണ്ട്, ഒരു സ്പെക്കുലേറ്റീവ് ഏജൻസ് ആയിട്ട് പെർഫോം ചെയ്യാറുണ്ട്. സോ ഇവർ മെയിനായിട്ടും ബാങ്കിങ് ബിസിനസ് ആയിരിക്കും ചെയ്യുക. അതിൻ്റെ കൂടെ റീറ്റെയിൽ ട്രേഡ്, എന്തെങ്കിലും കച്ചവടമോ കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഈ ഇൻഡിജിനിയസ് ബാങ്കിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഡിഫക്ട്സ് അല്ലെങ്കിൽ പ്രോബ്ലംസ്. ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഡ്രോബാക്ക്, ദ നമ്പർ 1 ഈസ് ബാങ്കിങ് ആക്ടിവിറ്റീസും അതേപോലെ നോൺ ബാങ്കിങ് ആക്ടിവിറ്റീസെയും കമ്പൈൻ ചെയ്യുന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതാണ് ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. കാരണം ഇവർ ബാങ്കിങ് ബിസിനസ്സിൻ്റെ കൂടെ വേറെയും പല ബിസിനസ്സുകളിലും ഏർപ്പെടും. സോ ആ ഒരു കമ്പൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ഡിഫിക്കൽട്ടായിരിക്കും. അത് വലിയൊരു ഡ്രോബാക്കാണ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് അൺഇൻറ്റഗ്രേറ്റഡ് സിസ്റ്റമാണ്. ഇത് ഒരു അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലായതുകൊണ്ട് തന്നെ കമേഴ്ഷ്യൽ ബാങ്കുമായിട്ടും അതേപോലെ RBIക്കും ആയിട്ടും ഒരു ഡയറക്റ്റ് ലിങ്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. ഇപ്പം നേരെ മറിച്ച് ഓർഗനൈസ്ഡ് സെക്ടേഴ്സ് ആണെങ്കിൽ അതൊരു ഇൻറ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. സ്റ്റാർട്ടിങ് ഫ്രം RBIന്ന് തുടങ്ങി അങ്ങനെ കണക്ട് ചെയ്ത് വരുന്നതാണ്. പക്ഷേ അൺഓർഗനൈസ്ഡിലാകുമ്പോൾ അങ്ങനെ ഒരു കണക്ടിവിറ്റി, ഒരു ഇൻറ്റഗ്രേഷൻ പോസിബിൾ അല്ല. പിന്നെന്ന് പറയുന്നത് ലാക്ക് ഓഫ് സഫീഷ്യൻറ്റ് ക്യാപിറ്റൽ. ഇവർ ഡെപ്പോസിറ്റ്സ് വാങ്ങുമെങ്കിൽ പോലും ദേ മെയിൻലി ഡീൽ വിത്ത് ദെയർ ഓൺ ഫണ്ട്സ്. അവരുടെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ബാങ്കിങ് ബിസിനസ് ചെയ്യുന്നത്. സോ അവരെ സംബന്ധിച്ച് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ഉണ്ടാവണമെന്നില്ല. പിന്നെ അവർ ഫോളോ ചെയ്യുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് അപ്രോച്ചാണ്. കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി റിജിഡ് ആയിട്ടുള്ള ഒരു ലിബറൽ അപ്രോച്ചിൽ അവർ ഫോളോ ചെയ്യില്ല. കാരണം എന്തെങ്കിലും ഒരു ലോൺ അടക്കുന്നതിൽ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ അവരത്രയ്ക്കും റിജിഡായിട്ടുള്ള ആക്ഷൻസ് ആയിരിക്കും എടുക്കുക. നമ്മുടെ നാട്ടിൽ തന്നെ പല ആൾക്കാരും ഉണ്ട് ഇതേപോലുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് പലിശക്ക് പൈസ വാങ്ങിക്കും. പക്ഷേ പലിശ അടക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ പെട്ടെന്നായിരിക്കും, ഒന്നുകിൽ നമ്മുടെ വണ്ടി വെച്ചിട്ടാണെങ്കിൽ വണ്ടി ജപ്തി ചെയ്യും, വീടിൻ്റെ ആധാരം വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ അവരെടുക്കുന്ന ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ റിജിഡായിരിക്കും. അങ്ങനെ ഡിഫോൾട്ട് വരുത്തിയ ആൾക്കാർക്ക് കൂടുതൽ ചാൻസോ കാര്യങ്ങളൊന്നും കൊടുക്കില്ല. നേരെ മറിച്ച് നമ്മളിപ്പോൾ ഒരു ബാങ്കിൽ നിന്നാണ് ലോൺ എടുത്ത് നമുക്ക് വീഴ്ച വരുത്തിയിട്ടാണെങ്കിൽ നമുക്ക് ചില ചാൻസുകൾ അവർ തരും പല രീതിയിലുള്ള. പക്ഷേ ഇവരെ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് കുറച്ചുകൂടി കൺസർവേറ്റീവ് അപ്രോച്ചാണ്, ഒരു റിജിഡ് അപ്രോച്ചാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. ദെൻ അവർ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ലെൻഡിങ് നടത്തുന്ന സമയത്ത് നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചില പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യണം.
പ്രത്യേകിച്ച് അതിൻ്റെ ചില കാര്യങ്ങൾ, അതിൻ്റെ സേഫ്റ്റി ആസ്പെക്റ്റ്, അതിൻ്റെ ലിക്വിഡിറ്റി ആസ്പെക്റ്റ്, അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ആസ്പെക്റ്റ് ഒക്കെ നമ്മൾ നോക്കണം. വല്ലാണ്ട് വെറുതെ ഇങ്ങനെ ലോൺ എടുക്കുക അല്ല ചെയ്യുക. ഇപ്പോൾ ബാങ്കുകൾ ലോൺ കൊടുക്കലാണെങ്കിൽ പോലും ഒരു ലോൺ കൊടുക്കുന്ന സമയത്ത് ബാങ്കുകൾ ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. വെദർ ദേ ആർ സേഫ്റ്റി എന്ന് പറയുന്ന കാര്യം നോക്കണം. വെദർ ദേ ആർ പ്രോഫിറ്റബിൾ, അത് പ്രോഫിറ്റബിൾ ആണോ, അല്ലെങ്കിൽ വെദർ ദേ ആർ ലിക്വിഡ്, ഇങ്ങനെയുള്ള ചില പോയിന്റ്സ് നോക്കണം. പക്ഷേ ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഒന്നും ഇൻഡിജീനിയസ് ബാങ്ക്സ് ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതേപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ RBIൻ്റെ ഒരു കൺട്രോളോ കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. അവരുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസ് ആയതുകൊണ്ട് തന്നെ ദർ ഇസ് എ ചാൻസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കസ്റ്റമേഴ്സ് ഓർ ആരാണോ ലോൺ എടുക്കുന്നത് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടി ഇൻഡിജീനിയസ് ബാങ്ക്സിൽ വരുന്നുണ്ട്. അതേപോലെ അവരൊരിക്കലും അവരുടെ റിപ്പോർട്ട്സോ അല്ലെങ്കിൽ അക്കൗണ്ട്സോ ഒന്നും ചെയ്യില്ല, പബ്ലിഷ് ചെയ്യൂല. ഇപ്പോൾ നമുക്കറിയാം, നമ്മളെ ബാങ്കുകളൊക്കെ ആകുമ്പോൾ അവരുടെ ആനുവൽ അക്കൗണ്ട്സ്, ആനുവൽ റിപ്പോർട്ട്സ് ഒക്കെ പബ്ലിഷ് ചെയ്യും. പക്ഷേ ഇൻഡിജീനിയസ് ബാങ്ക്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, അവരുടെ അക്കൗണ്ട്സ് എപ്പോഴും സീക്രട്ടായിട്ട് വെക്കുക ചെയ്യുക. ദേ വോണ്ട് പബ്ലിഷ് എനി ഡോക്യുമെൻറ്റ്സ്, എനി അക്കൗണ്ട്സ് റിലേറ്റഡ് ടു വിത്ത് ദം. ഇതിനേക്കാളൊക്കെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ദേ ചാർജ് എക്സോർബിറ്റൻറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതൊക്കെയാണ് ഇൻഡിജീനിയസ് ബാങ്കിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയാനുള്ളത്. ഈ കാറ്റഗറി അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ വരുന്നതാണ് മണി ലെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ. മണി ലെൻഡേഴ്സും അതേപോലെ ഇൻഡിജീനിയസ് ബാങ്ക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇൻഡിജീനിയസ് നമ്മൾ പറഞ്ഞു പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് ഡെപ്പോസിറ്റ് കൂടി അക്സെപ്റ്റ് ചെയ്യാറുണ്ട്, ലോൺ കൊടുക്കാറുണ്ട്. പക്ഷേ മണി ലെൻഡേഴ്സ് എന്ന് പറയുന്നത് ദേ പ്രൊവൈഡ് ലോൺസ് ഓൺലി, ദേ വോണ്ട് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഒന്നും പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് സ്വീകരിക്കില്ല. അവർ ജസ്റ്റ് അവരുടെ കയ്യിലുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാർക്ക് പലിശക്ക് കൊടുക്കും, വായ്പ കൊടുക്കും. അതാണ് മണി ലെൻഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതും നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ വളരെ എന്താ പറയുക കോമൺ ആയിട്ട് കാണുന്നതാണ്. They also charge high rate of interest as like indigenous bankers. പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള മണി ലെൻഡേഴ്സാണ് ഉള്ളത്. ഒന്ന് പ്രൊഫഷണൽ മണി ലെൻഡേഴ്സും അതേപോലെ നോൺ പ്രൊഫഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് മണി ലെൻഡിങ് ആയിരിക്കും. അവർക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ നോൺ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അവർ മണി ലെൻഡിങ് ബിസിനസ് മാത്രമല്ല, ദേ വിൽ ഡു എനി അതർ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ലൈക്ക് ട്രേഡ്, റീറ്റെയിൽ മാനേജ്മെൻറ്റ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ഈ മണി ലെൻഡിങ്ങിൻ്റെ കൂടെ തന്നെ. ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ദേ യൂസ് ദെയർ ഓൺ ഫണ്ട്, ദേ വിൽ നോട്ട് ആക്സെപ്റ്റ് എനി കൈൻഡ് ഓഫ് ഡെപ്പോസിറ്റ്. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ചാർജ് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അതേപോലെ ഇവർ നോർമലി ലോൺസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മുടെ റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള വീക്കർ സെക്ഷൻ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തു നിന്നാണ്. പിന്നെ ഇവരുടെ മെയിൻ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഇവർക്ക് ഫണ്ട് കുറവായിരിക്കും. കാരണം അവർ ഡെപ്പോസിറ്റ്സ് ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അവരുടെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊടുക്കുന്നതാണ്. സോ അവർക്ക് ഫണ്ട് റിസോഴ്സസ് കുറവായിരിക്കും. അതേപോലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും അവർ ചാർജ് ചെയ്യുക. പിന്നെ അതേപോലെ അൺപ്രൊഡക്റ്റീവ് പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും കൂടുതലായിട്ട് ഫണ്ട് ചിലവഴിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ലിമിറ്റേഷൻസാണ് മണി ലെൻഡിങ്സിനുള്ളത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ട് രീതിയിലുള്ള അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ് പഠിച്ചു, ഇൻഡിജിനസ് ബാങ്കിങ്ങും അതേപോലെ മണി ലെൻഡേഴ്സും. സോ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ ആ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് ഓർ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം കംപ്ലീറ്റ് ആവും. താങ്ക് യു.